ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ചേട്ടനും കൂടെ ആയിട്ട് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിപ്പിംഗ് ക്രീമിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2 മുട്ട, ഒരു നാരങ്ങയുടെ മുറി, ശ്രദ്ധിക്കുക കൂടുതൽ നാരങ്ങ ആവരുത്, പിന്നെ 1 കപ്പ് പഞ്ചസാര. നമ്മൾ മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ള മാത്രം എടുക്കാവൂ, മഞ്ഞ എടുക്കരുത്. എന്നിട്ട് 2 മുട്ടയുടെ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയും നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഈ മിക്സ് നമ്മൾ 2 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിൽ വെച്ച് ആവി കയറ്റുക. താത്ത് വെക്കരുത്, ആവി കയറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് മാത്രമേ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാവൂ. ഞങ്ങൾക്ക് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുട്ടക്കോല് കൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് നല്ല സ്പീഡ് മിക്സ് ചെയ്തപ്പോഴേ അത് ക്രീമായി വന്നുള്ളൂ. ബീറ്റർ ഉണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ട് വരും. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിനുള്ള മിക്സ് റെഡിയാക്കുവാണ്. നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചിട്ടേ ചേർത്ത് കൊടുക്കാവൂ. അതിനുശേഷം നമ്മൾ മൈദമാവ് എടുത്ത് നിങ്ങളുടെ കേക്കിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മൈദമാവ് എടുക്കണം. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ, ഞങ്ങൾ ബേക്കിംഗ് പൗഡർ 45 രൂപയുടെ ബേക്കിംഗ് പൗഡർ ആട്ടോ മേടിച്ചത്. ആദ്യം തന്നെ നമ്മുടെ മൈദ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇടാൻ. എന്നിട്ട് നമ്മൾ ഈ 2 മുട്ടയും പഞ്ചസാരപ്പൊടിയും ചേർത്ത് വെച്ച ഈ മിക്സിലേക്ക് ഒഴിക്കണം. നമ്മുടെ മൈദ കൂടുന്നതിനനുസരിച്ച് മുട്ടയുടെ ഇതും കൂടും. ഞങ്ങൾ ഉണ്ടാക്കിയ കേക്കിനകത്ത് 4 മുട്ടയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ മൈദയുടെ മിക്സും നമ്മൾ മുട്ടയും പഞ്ചസാരപ്പൊടിയും ഒക്കെ എടുത്ത മിക്സും കൂടെ ഇളക്കിയിട്ട് നമ്മൾ കുക്കറിൽ നടുക്കൊരു പാത്രം വെച്ചതിന് ശേഷം ഓയിൽ പേപ്പർ ഇട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം ആവി കയറ്റി നമ്മുടെ കേക്കിൻ്റെ ബേസായിട്ട് എടുക്കണം. എന്നിട്ട് ഈ കേക്കിൻ്റെ ബേസ് 2ആയിട്ട് കീറി അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഒഴിച്ച് നമ്മുടെ ഈ കേക്ക് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ടാണ് എടുക്കേണ്ടത്. എന്നാലും ഇതിനകത്തുള്ള വിപ്പിംഗ് ക്രീം ഇതിനകത്ത് പിടിച്ച് വരികയുള്ളൂ. എന്നിട്ട് നമുക്ക് മുറിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.